നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ചേട്ടാ, ഷാജോൻ ചേട്ടാ, നസീർക്ക. സ്വാഗതം. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. കുറച്ചായി കണ്ടിട്ടല്ലേ? ചിരിക്കാനായിട്ട് ഞങ്ങളെ മിസ് ചെയ്തോ? പിന്നെ ആണോ? അല്ല, നമ്മള് ടിവിയിലും കാണാറുണ്ട് എപ്പോഴും. അപ്പൊ ഉഷാറായിട്ട് ചിരിക്കാൻ റെഡിയല്ലേ? പിന്നെ ആദ്യത്തെ സ്കിറ്റ് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡി ആയിട്ടുണ്ട്. സുമിയുണ്ട്, അജേഷ് ഉണ്ട്, മനോജേട്ടനുണ്ട്. കണ്ട കോഴി. അപ്പുറത്തെ സിന്ധുവിന്റെ കോഴി എപ്പ കണ്ട നേരം എന്റെ പറമ്പിലാ ഈ കോഴി. അതെങ്ങനാ അവക്ക് നല്ല ഒന്നാന്തര ഒരു കൂടുണ്ട്, അവിടെ ഇട്ട് വളർത്തത്തില്ല. ഇങ്ങനെ അഴിച്ചങ്ങ് വീട്. ഇനി ഇങ്ങോട്ടങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എറിഞ്ഞ എന്റെ കാര്യം എറിയും. നിന്റെ കോഴി ഇനിയും വന്നാ ഇനിയും ഞാൻ എറിയും. നിന്റെ വീട്ടിൽ കൂടുണ്ടല്ലോ, ഒന്നാന്തര ഒരു കൂട്, അതിലിട്ട് വളർത്തണമായിരുന്നു. എന്റെ കോഴിയെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് ആ കോഴി ഇടുന്ന മുട്ടയല്ല നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അയ്യോടി, നിന്നോട് വന്ന് കോഴി പറഞ്ഞു നിന്റെ കോഴിയുടെ മുട്ട ഞാനാ എടുത്തതെന്ന്. അഥവാ കോഴി ഇവിടെ വന്ന് മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ട മൊത്തം ഞാൻ നിനക്ക് തിരിച്ചു തന്നുവേ തന്നിട്ടുണ്ട്. അയ്യോ, കണ്ടോ ഈ തള്ള പറയുന്നത്. നിങ്ങൾ എപ്പോഴാ തള്ള എനിക്ക് മുട്ട തിരിച്ചു തന്നത്? നോക്കടി, അത്ര സംശയമാണെങ്കിൽ നിന്റെ വീടിന്റെ 4 മൂലയ്ക്ക് നീ കുഴിച്ചു നോക്ക. അയ്യോ, എന്റെ ദൈവമേ, കൂടോത്ര തള്ള. അയ്യോ, കണ്ട പറഞ്ഞു കേട്ടോ. എന്റെ കാഞ്ഞിരമൂട്ടി വടി കുത്തിയപ്പൂപ്പ എന്നെ പറ്റി അനാവശ്യം പറയുന്നത്. ഇവളൊന്നും ഒരു കാലത്തും രക്ഷപ്പെടല്ലേ. അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ ഡബിൾ ലെയറിന്റെ ഒരു മുത്തുക്കൂട എടുത്തേക്കാവേ. ഈ പച്ചനായി പറയുന്നത്. ഓ, നെഞ്ചത്ത് കൂട്ടിയടിച്ചപ്പോ ഈ മുട്ട അങ്ങ് പൊട്ടിപ്പോയേനെ. സരസ്വതിയേ, സരസ്വതിയേ. ഇല്ല. വിമലേ അതെങ്ങനാ? സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി. ഒറ്റോർണ്ണം മെനക്കെട്ട് എന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് ഇരിക്കത്തില്ല. അങ്ങ് പൊക്കോളും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ പുറകിന് നടന്ന് ശല്യം ചെയ്ത എന്റെ സ്വന്തം നെല്ലാണെന്ന് നോക്കത്തില്ല, വെട്ടിയാൽ ഞാൻ താഴെ ഇടും. ഞാൻ പറഞ്ഞേക്കാം, എന്റെ നേരത്തെ എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കത്തില്ല. ഇങ്ങോട്ട് നോക്കിക്കേ. എന്തുവാടാ? കൈക്കോട്ട്. കാര്യം പറ. കൈ കൊട്ടാനല്ല പറഞ്ഞേ, ഇത് ഞാനിപ്പോ വാങ്ങിച്ചോണ്ട് വന്ന പുത്തൻ കൈക്കോട്ട്. എന്തോ ഞാൻ ഇതും പിടിച്ച എന്നാലും ഇങ്ങോട്ട് വന്നേതാ ചോദിച്ചത്. എനിക്ക് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ അപ്പച്ചി അളക്കണം, ഇല്ല ഞാൻ അളക്കും. ഞാൻ തന്നെ അളക്കാം. നീ ഇങ്ങോട്ട് കൈപ്പാക്കിന് വാങ്ങി നിൽക്ക്. എന്തുവാ? നിന്റെ പല്ലടിച്ചളക്കുന്ന കാര്യമല്ലേ? പല്ലളക്കല്ലേ? എനിക്ക് രാവിലെ പല്ല് തേക്കണം, ഇല്ലേ അങ്ങനെ അമ്മ വഴക്ക് പറയും. ഞാൻ അതല്ല പറഞ്ഞതും. ഈ വേലി മര്യാദയ്ക്ക് ഇവിടെ ഇളക്കി മാറ്റിക്കോണം. വേലി തൊട്ട എന്റെ തനി സ്വരൂപം നീ കാണും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. 2 ദിവസം മുമ്പില്ലാത്ത വേലി ഇന്നെങ്ങനെ ഈ സുപ്രഭാതത്തിൽ ഇവിടെ പൊട്ടിമുളച്ചു? എന്റെ പറമ്പ് ഈ വേലി എപ്പ കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിങ്ങൾ വേലി കെട്ടേണ്ട കാര്യം എനിക്കറിയാം. ഇത് ഞാൻ നാട്ടുകാരോടും പറയണം. ഞാൻ ഒരു പാവപ്പെട്ടവനാ, കൂലിപ്പണിക്കാരനാ. ആഗ്രഹം കൊണ്ട് പണിയുടെ പൈസ മിച്ചം പിടിച്ച് ഞാനൊരു കാറ് വാങ്ങിച്ചു. പുതിയ കാറൊന്നുമല്ല, പഴയ കാറ്. പറയുന്നതിനിടയ്ക്ക് കയറരുത്. കണക്ഷൻ പോവോ? അതറിയാമല്ലോ, പിന്നെ തന്നെ ഇടയ്ക്ക് കയറി തെറ്റിക്കുന്നത്. അങ്ങനെ ഞാൻ ആ കാറ് വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇതുവഴി വേണം എന്റെ വീട്ടിലോട്ട് പോകാൻ, ഇവരുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ. പക്ഷെ ഞാൻ ആ കാറ് വാങ്ങിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാറ് വീട്ടിൽ കയറ്റാതിരിക്കാൻ ഈ വഴി വേലി വെച്ച് അടച്ചേക്കുവാ. അപ്പച്ചിയാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വേലിയിൽ അങ്ങാട്ടം തൊട്ടാ വിനയാ. എന്റെ പേര് വിനയൻ എന്നല്ല, വിമൽ എന്നാ. നിന്റെ പേര് വിളിച്ച് സൂചിപ്പിച്ചതല്ല. ഇതിലെങ്ങാളം തൊട്ടാ നിനക്കത് വിനയാകുമെന്നാ ഞാൻ പറഞ്ഞത്. അപ്പച്ചി നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, ഇത് പ്രമാണത്തിലുള്ള വഴിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, പ്രമാണത്തിലുള്ള വഴിയല്ലേ നീ കണ്ടുള്ളൂ. എന്റെ മനസ്സിൽ കുശുമ്പ് നീ കണ്ടില്ലല്ലോടാ. എന്റെ അച്ഛന്റെ പെങ്ങളായി പോയി, അതുകൊണ്ട് ഞാൻ. നിന്റെ അച്ഛൻ എന്റെ മുമ്പ് നീ ഇങ്ങനെ ആടത്തില്ലായിരുന്നു. അച്ഛനൊക്കെ എന്റെ ദൈവമേ, ഇവര് നിങ്ങൾ എന്റെ അച്ഛന്റെ പെങ്ങളായിട്ട് ജനിക്കണ്ടായിരുന്നു. എന്താ എന്റെ മര്യാദക്ക് വേലി പൊളിച്ചു മാറ്റി. വേലി പൊളിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേലി തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുട്ടാലി ഞാൻ തല്ലി ഓടിച്ചാൽ തുടരുതും വേലി തുടരുതും. എന്താടാ അപ്പച്ചി വിടാനാ പറഞ്ഞു. നീ അത് വിടാ. എന്റെ കൈക്കോട്ടൊന്ന് വിടാനാ പറഞ്ഞത്. വീട്ടിൽ ഞാൻ അറിയാതെ കല്യാണം നടക്കുന്നത് ആർച്ച് കെട്ടി വെച്ചേക്കുന്നു. അപ്പച്ചി വിടാനാ പറഞ്ഞു. കോട്ടന്ന് വിടാനാ പറഞ്ഞു. നീ മേടിക്കുവേ. മത്തിയാടി കിട്ടിയത്. എന്തുവാ മത്തിയാ കിട്ടിയത്? അയിലയില്ല. ഒരു മിനിറ്റ്. എപ്പോ ഏത് കാലത്ത് എഴുന്നേൽപ്പിച്ച് വിട്ടാൽ ഇങ്ങനെ മത്തി മാത്രമേ കിട്ടത്തുള്ളൂ. എനിക്ക് വയ്യ മത്തി തിന്ന് ഞാൻ മടുത്ത്. ഞാൻ മര്യാദക്ക് തേച്ച് വെട്ടിക്കഴിക്കും ഉണ്ടാക്കാം. ഞാൻ ചെറുക്കനോട്ട് വഴക്കുണ്ടാക്കട്ടെ. എന്റെ പ്രോപ്പർട്ടി വിടാനാ പറഞ്ഞു. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം സാധനം. ഇതോ എന്റെ സ്വന്തം സാധനം.
നല്ല ഒന്നാമത് ഒരു പിച്ചാത്തി വേലി തൊടറാ കിട്ടും. പിച്ചാത്തി ഇങ്ങോട്ട് തരാൻ മനസ്സിലേ പിച്ചാത്തി ഇങ്ങോട്ട് തരാൻ. ഞാൻ ഈ ചെറുക്കനെ ഒന്ന് വെട്ടിയിടട്ടെന്ന്. എടി ഇത് മീൻ ഞാനൊന്ന് വെട്ടിയിട്ട് തരാമെന്ന്. രണ്ട് കഷ്ണമാക്കിട്ട് ഇപ്പൊ ഇങ്ങനെ നന്നേക്കാം. എടി എടാ നീ കിടന്ന് തീർത്തി വെക്കാതെ ഞാൻ ഈ മീൻ വെട്ടി കഴിയുമ്പോൾ അവള് തിറ്റേ വെട്ടും. എന്നാ നേടി അത് വരെ വരാം. സഹായം. ഇങ്ങനെ വരൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തിന് വെട്ടുള്ളതായിരിക്കും. ഞാൻ വെട്ടുന്ന വെട്ട എനിക്ക് വേലി വിളിക്കാനുള്ളതാണ്. അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങ് തന്നേക്കണേ. നീ കിടന്ന് തുള്ളു വന്നു വേണ്ട. നീ ഈ ചാടി എഴുന്നള്ളി എന്റെ മുമ്പിൽ വന്നതേ ആര് പറഞ്ഞിട്ടാന്ന് എനിക്കറിയാം. എന്നാ പറ, ആര് പറഞ്ഞിട്ടാ? നിന്റെ അച്ഛൻ, അതായത് എന്റെ ആങ്ങള. തമ്പിപ്പോ ഞങ്ങൾ അമ്മച്ചി പറഞ്ഞിട്ടാ? അമ്മച്ചി അതായത് എന്റെ നാത്തൂന്. അവളെ എന്റെ കൈ കിട്ടിയാൽ പറക്കാനാണോ കറി വെക്കാനാണോ? ഞങ്ങളുടെ അമ്മച്ചിയോ? അതല്ല ഞാൻ ഈ മീൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അത് കറി ഇടപെടില്ല. ഈ മീനും ചട്ടി ഉൾപ്പെടെ ഞാൻ റോഡിലറിയും. പിന്നെ കൗണ്ടർ പറയാൻ പോയിട്ട് മിണ്ടാൻ പോലും നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ കോമ്പിനേഷൻ ഇതാ. ഇത് വെച്ച് ഞാൻ കളിക്കും. ഞാൻ അപ്പച്ചി ഞാൻ മര്യാദയ്ക്ക് വേലി പൊളിച്ചു മാറ്റുന്നുണ്ടോ? വേലി ഞാൻ പൊളിക്കത്തില്ല നീ പറഞ്ഞു. വേലി ഞാൻ പൊളിക്കത്തില്ല. നീ എന്റെ അനന്തരം വന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. നിങ്ങള് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ലെവലേശം പുളിയുണ്ടോ ഈ കറി വെക്കാനെ കണ്ട്? നിങ്ങൾ എന്റെ സപ്പോർട്ടാണോ അത് നിങ്ങൾ അനന്തരം എന്റെ സപ്പോർട്ടാണ്? എനിക്ക് അറിയണം ഇത്. എടി മീനകത്ത് വെക്കാൻ പുളിയുണ്ടോന്ന്? പുളി ഇല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അയ്യോ അപ്പച്ചി എന്തൊരു വർത്തമാനം പറയുക? പുളി ഇല്ലാതെ മീൻ വെച്ച ഒരു കാശിനും കൊള്ളത്തില്ല. എന്തോ വിലയാണോ പുളിക്കൊക്കെ? എത്ര പറഞ്ഞാ പച്ചവെള്ളത്തിൽ കഴിയും കറിക്കകത്ത് ഇടുന്നത്? അമ്മ ശരിയാ, പുളി ഇല്ലല്ലേ? നല്ല മൂവാണ്ടമാങ്ങ കിട്ടുവാന്നുണ്ടെങ്കിൽ കഷ്ണിച്ച് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എവിടെ ഇരിക്കുന്ന മൂവാണ്ടന്? ജോസഫ് സാറിന്റെ മാവൻ നിപ്പുണ്ടല്ലോ, ആകാശം മുട്ട കിടർ നിപ്പുണ്ട്, മാങ്ങ നിപ്പുണ്ട്. എങ്ങനെ കിട്ടാനാടാ? അമ്മാവനോട് പറയാൻ പറ. അമ്മാവന് അലമാരിന്ന് താക്കോൽ എടുക്കാൻ കേറിയിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി ഒക്കെ കണ്ട മുട്ട് പറക്കടാ. പക്ഷെ നാട്ടുകാർ പറയുന്ന അപ്പച്ചയെ കണ്ട മുട്ട് പറയ്ക്കുന്നതാണല്ലോ. ഭയങ്കര ചീഞ്ഞ നാറ്റം. മീൻ്റെ നമ്മ ഇപ്പൊ അടിച്ച സാധനത്തിന്റെ പരിചിലിടാനെ കൊണ്ട് ഒരു പ്ലേറ്റ് ചെറുത്തോട്ട് പാടി. എന്തോ പരിചിലിടാൻ ഒരു പ്ലേറ്റ് ചെറുത്തോട്ട് ഇടാനെ കൊണ്ട് ഈ വിഗ് എടുത്ത് മലർത്തിയിട്ട് അതിനകത്തിട്ട് പറഞ്ഞില്ല. ഞാൻ വിക്കെടുത്ത് മാറ്റത്തില്ല. എന്റെ ആറ്റിറ്റ്യൂഡ് ഇല്ലാതാവും. ആറ്റിറ്റ്യൂഡോ? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ത്രിസന്ധ്യ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഗൂരി പെരക്കകത്ത് വെച്ചിട്ട് മുറ്റത്തൂടെ ഇറങ്ങി ഓലാത്തരുതെന്ന്. ആ സരസ്വതി എന്തോ പറഞ്ഞോണ്ട് നടക്കുന്നേ അറിയാമോ? ഇവിടെ വേറെ ആരുണ്ടെങ്കിൽ രാത്രി വന്നു പോകുന്നുണ്ടെന്ന്. വിടത്തില്ല. നിങ്ങൾ ഒരു ചാൺ കയറ്റി വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. എന്തുവാ? ഒരു ചാൺ മുമ്പോട്ട് കയറ്റി വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. എടാ ഈ അപ്പച്ചി നീ കേക്കണം. നോക്കാ അതിർത്തി ഇതാണോ? ഞാൻ എവിടാടാ വേലി വെച്ചേക്കുന്നത്? ഇത് പണ്ടത്തെ അതിർത്തി, ഇതല്ല ഒറിജിനൽ അതിർത്തി. ഒറിജിനൽ അതിർത്തി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിന്റെ കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് എന്റെ വസ്തു, എനിക്ക് തെളിയിക്കണം. ഇത് 2016 റീസർവേ കേട്ട കല്ലായി. പക്ഷെ ഞാൻ ഇന്നലെ അരി അരച്ചപ്പോ കിട്ടിയ അല്ല ഇത്. ആണോ? എന്നാ അതിനപ്പുറത്തുണ്ട് വാ. ഇതാണോടാ? ഇതാണോ? ഇത് ഞങ്ങളുടെ അപ്പൂപ്പൻ ജീവിച്ചിരുന്ന കാലത്തോടെ കൈത്തോടാ. ഇതുവഴിയാണ് ഞങ്ങൾ പണ്ട് ചാടി കിടന്നത്. ഇതാണ് അതിരി. പ്രമാണത്തിനകത്ത് ഇതൊക്കെ മുങ്ങിപ്പോയതൊക്കെ നീ എവിടായിരുന്നു? നീ മറ്റേ ചക്കനാപ്പറമ്പില് ഞാൻ പറഞ്ഞത് ഇതോ പറ്റത്തില്ല. ഇത് പറ്റത്തില്ല. ഇതല്ല അതിര്. നിങ്ങൾ വെറുതെ കള്ളത്തിന് പറയാ അപ്പച്ചി. അപ്പച്ചി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല അപ്പച്ചി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചി ഞാൻ കണ്ടു. ഇതുവഴി വേണ്ട ഒരു കൈവഴി ഉണ്ടായിരുന്നു. ഇതുവഴി പോട്ട് ഇങ്ങനെ പറഞ്ഞു. പല വഴക്കും ഞാൻ കണ്ടിട്ടുണ്ട്. സറൗണ്ട് സിസ്റ്റത്തിലുള്ള വഴക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇനി ഞാൻ പറയണായിരിക്കും ഒരു കഥ. വെള്ളെടുത്തോണ്ട് തന്നെ ഞാൻ ഇനി പറയണോ? എനിക്ക് വയ്യ ചെറുക്കനോട് വാലി കളിച്ച് കുടിക്ക്. നിനക്ക് വേണോടാ വെള്ളം? നീ കുടിച്ചതായോ? കൈ കഴുകിയിട്ട് കൊടുക്കണേ. മോനെ വിമലേ, എന്തുവാടാ വിഷയം? ഞാൻ മീശ മുഖത്തെറിഞ്ഞൊട്ടിച്ച് വെച്ചേക്കുന്നവനെ വിഷയം കണക്ക്. ഇത്ര നേരം 8 നാടും പൊട്ട ബഹളം ഉണ്ടാക്കി കൊല്ലും കൊലയും അല്ലാത്ത എല്ലാം നടന്നിട്ടും ഇപ്പൊ നിനക്ക് ചോദിക്കണം വിഷയം എന്താണെന്നില്ലയോ? ഇത്ര നേരം നിങ്ങൾ മിണ്ടിയോ? എടാ എനിക്ക് ഇവിടെ ഒച്ചയില്ല. അതല്ലെന്ന് അച്ചി വീട്ടിൽ വന്ന് പൊറുക്കുന്ന എച്ചിയല്ലയോ ഞാൻ? അതെന്തൊരു വർത്തമാനമാ അത്? സ്വന്തം അനന്തരവന്റെ മുമ്പിൽ ചെന്നെ നാളെ കെടുത്തില്ലയോ? നിങ്ങളെ ഞാൻ ഈ വീട്ടിൽ അങ്ങനെയാണോ ഞാൻ വളർത്തുന്നത്? നിങ്ങളെ ഞാൻ അങ്ങനെയാണോ വളർത്തുന്നത്? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഞാൻ വരുത്തുന്നുണ്ടോ? ഇതെന്താ പരിപാടിയായത് സംഭവം? നീക്കില്ലടെ പറഞ്ഞേ. ഞാനാ നിന്റെ അമ്മയെ വളച്ചോണ്ട് പോയത്. ഇപ്പൊ ഇവളെ എന്നെ വളച്ചോണ്ടിരിക്കുന്നത്. ഇതേ ഭാര്യയെ പറയുന്നത് കേട്ട് ഇങ്ങനെ പഴം പിഴുങ്ങിയോളം നിന്നാ പോരാ. തിരിച്ചെന്തോലും പറയാൻ പഠിക്കണം കൊണ്ട്. നിനക്കും എനിക്കും അറിയാത്ത ഒരു ഡിഗ്രി ഇവക്കുണ്ട്. എന്തോ ഡിഗ്രി? ബികോം കുശുംബ. അത് ശരി. പക്ഷെ വേറെ കാര്യമുണ്ട്. അമ്മാവനെ ഭയങ്കര ഇഷ്ടമുള്ള ആളാ അമ്മായി. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മാവന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ അമ്മാവൻ പണിക്ക് പോകുമ്പോ ആ സർവ്വസമയം കണ്ടോണ്ടിരിക്കാനല്ലേ അത്? അതിനൊന്നും അല്ല. ഞാൻ രാവിലെ പണിക്ക് ഇറങ്ങി തുടങ്ങുമ്പോൾ ഇവള് എന്നോട് വഴക്കുണ്ടാക്കും. ഞാൻ പോയി കഴിയുമ്പോ ആ പ്രതിമയോട് ഇവള് വഴക്കുണ്ടാക്കും. വൈകിട്ട് ഞാൻ പണി കഴിഞ്ഞ് വരുന്നിട്ടാണ് ആ വഴക്ക് ഇവള് അവസാനിപ്പിക്കുന്നത്.
ആഹാ, അതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അല്ലെങ്കിൽ രാവിലെ തുടങ്ങിയ വഴക്കിന്റെ കണ്ടിന്യൂറ്റി കട്ടായി പോകുമെന്ന് പറഞ്ഞോണ്ട്. അത്രയ്ക്ക് ഭീകരയാണോ ഇതില്? ഇത്രയ്ക്ക് ഭീകരയാണെന്നോ? ഇവിടെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്താലും നമുക്ക് കുറ്റമോ? കഴിഞ്ഞിടയ്ക്ക് പാണ്ടിക്കാരൻ അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു നിക്കർ മാറ്റാൻ അത് തിളങ്ങുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ ഞാൻ കണ്ണാടിയാലും മാറി ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെച്ചു. അത് കണ്ടിട്ട് ആ സ്റ്റിക്കറും വലിച്ചു കീറി, എന്റെ നിക്കറും വലിച്ചു കീറി. അത് ശരി. ഇത് കണ്ടോ? ഉണ്ടല്ലോ. നിക്കറല്ലത്. പിന്നെ ഇവിടെ എലാസ്റ്റിക് മാത്രമേ ഉള്ളൂ സംഭവം. നീ വെട്ടായിരുന്നപ്പോ കണ്ടായിരുന്നു ഞാൻ. എലാസ്റ്റിക്. ഇത്രയും നേരം നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ കുറ്റം പറഞ്ഞോണ്ടിരുന്നേ അവനാ വരി നമ്മുടെ ചെറുക്കനല്ലേ, അവനാ വേലി പൊളിച്ചിട്ട് അവൻ കാറത്തിന് പോട്ടെ. ഈ വത്സല ജീവിച്ചിരിക്കുമ്പം അവൻ കാറും എടുക്കത്തില്ല, ഈ വേലി പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ സമ്മതിക്കത്തുമില്ല. എന്തോ ചെയ്യും നിങ്ങള്? ഒരു കാര്യം ചെയ്യേ, നീ 36 കൊല്ലത്തിന് ശേഷം നിന്റെ മുഖത്ത് നോക്കി ഞാനൊരു വർത്തമാനം പറയാൻ പോവാണ്. നീ കണ്ണുരുട്ടി പേടിപ്പിക്കല്ല. എടാ ആ വഴി വെട്ടടാ. മറ്റേ വഴി വഴി നോക്കിക്കാതെ വണ്ടി വിളിക്കേട്ടാ. വണ്ടി വിളിക്കാനോ? വണ്ടി എന്തിനാ വിളിക്കുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ വണ്ടി ഇവിടെ കിടക്കില്ല. മോനെ പോയി കാർ എടുത്തോണ്ട് വേണം, നമുക്ക് ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവും. അത് വേണ്ട, അത് വേണ്ട. ഇത്ര നേരം ചെറുക്കനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വണ്ടിക്കകത്ത് കയറുന്നത്. നിന്നെ പോലുള്ള ആൾക്കാര് അയലക്കത്തുകാര് വണ്ടി വാങ്ങി ഇതുപോലെ വേലി കെട്ടി വെച്ചിട്ട് അതിനെ കയറ്റത്തില്ല. നീ ഒരു കാര്യം ഓർത്തോണം, നമുക്കൊന്നും ആപത്ത് വരുമ്പോ അയലക്കത്തുകാർ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കാണത്തുള്ളൂ. ഓർത്തോണം കൂടി വത്സല. നീ സത്യം പറഞ്ഞോണ്ടിരിക്കാതെ ആ ചെറുക്കനോട് പെട്ടെന്ന് കാർ എടുത്തോണ്ട് വരാൻ പറ, എന്റെ നടു ശരിയാക്കാന്. ഈ വത്സല നിന്റെ നടുവല്ല ശരിയാക്കേണ്ടത്, നിന്റെ നാക്ക് ആദ്യം ശരിയാക്കേണ്ടത്. വലിയ വർത്തമാനം പറയുന്ന ആ ചെറുക്കൻ പുതിയ കാർ പോലല്ലോ മേടിച്ചത്, സെക്കൻഡ് ഹാൻഡ് അല്ലയോ? എവിടെ നന്നാവാൻ വേണ്ടിയാടാ ഇത്? നീ അവിടെ കിടന്ന് കാറടി. നല്ലൊരു കൈയ്യടി ബിജുക്കുട്ടൻ ചേട്ടാ. നന്നായിരുന്നട്ടാ, അടിപൊളിയായിരുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും അത് എന്താ പറഞ്ഞ ആ ഒരു വേലി തർക്കം ഉണ്ടല്ലോ, അതൊരു തർക്കം ഒന്നൊന്നര തർക്കമായിരുന്നട്ടാ. ഒരു ക്ലാഷിങ് ഇല്ലാതെ ഓടി നടന്ന് ഒരക്ഷരത്തിന് ഒരു പോയിന്റിൽ വ്യത്യാസം കാണിക്കാണ്ട് നല്ല രസമായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടാ. അത് കഴിഞ്ഞിട്ട് മനോജിൻ്റെ ഒരു താളമില്ലാതൊരു വരവ്, അത് രസമായിട്ട് ആ ക്യാരക്ടർ അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒന്നും ഇവിടെ നടക്കണ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. മത്തി എരിഞ്ഞോണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ വൈകിട്ടുള്ള പരിപാടി എന്താണ്, അതെല്ലാം കറക്റ്റാണ്. ഇവിടെ എന്തെങ്കിലും നടക്കും, അത് അതിനിടയിൽ എന്തെങ്കിലും പറയാം. ആ ഇടയിലുള്ള തമാശകൾ ഗംഭീര തമാശകളായിരുന്നു കേട്ടോ. കാരണം നിങ്ങൾ ഇവർ രണ്ടുപേരും പറയുന്നതിന് ഓരോ ഉത്തരങ്ങൾ ഇവിടെ നിന്ന് പറയണ്ടല്ല. കാരണം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും കേട്ടിട്ടുള്ളതാണെങ്കിലും അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ചെയ്തത്. എല്ലാം ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞോട്ട് ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ കുശുംബിയായ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. നിസ്സാര പ്രശ്നത്തിനൊക്കെ ഇങ്ങനെ തർക്കം ഉണ്ടാക്കണത്. ഈ തർക്കം തന്നെ ഇത് തർക്കമാണോ അല്ലെങ്കിൽ ഇത് ഇണക്കമാണോ പിണക്കമാണോ ഒന്നും അറിയാൻ പാടാത്ത സ്ഥിതി. ചില സമയത്ത് ഇണങ്ങും, ചില സമയത്ത് പിണങ്ങും. ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ ആ വിഗ്ഗൂരി പോണ തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം വന്നിട്ട് പണി കഴിഞ്ഞാൽ വിഗ്ഗൂരി വലത്തി അവിടെ വെച്ചിട്ട് രാത്രി വേറെ ആരോ കയറുന്നത് പോലെ തോന്നുന്നു. അത് ഉഗ്ര സാധനം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നല്ല പ്രകടനം വരുന്നു. അവസാനം വരെ നിങ്ങൾ പൊളിച്ചടിച്ച് മൂന്നുവരും. വാശിക്കുള്ള കളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അജേഷിനും സുമിക്കും ഒരു പ്രത്യേക കയ്യടി കേട്ടോ. ഇത്രയും സ്റ്റാമിന എടുത്ത് ഇത്രയും നേരം നിന്ന് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഇത് തന്നെ. കാര്യം സൈലൻ്റ് ആയിട്ട് മറ്റേ ഭർത്താവ് തൊഴിൽ രഹിതൻ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആ ഒരു പോക്ക് പോയത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറം അതിർത്തി കാണിച്ച് അങ്ങ് പോയല്ലോ. അതിൻ്റെ ആ ക്ഷീണം തിരിച്ചു വന്നപ്പോൾ ആ സ്റ്റേജിൽ നിങ്ങൾ ഫീൽ ചെയ്യിപ്പിച്ചു. ഭയങ്കര രസമുള്ള സ്കിറ്റ്. ഇങ്ങനെ ചില ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ വണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ അനുഭവത്തിൽ ഒരാളുണ്ട്, നമ്മൾ സ്കൂട്ടർ വളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ചെടിച്ചട്ടി അവിടെ വെച്ചു. വെയിൽ കിട്ടുന്നത് ശരിയല്ലല്ലോ, അതിന് ചെടിച്ചട്ടി വെച്ച് അവിടെ മറച്ചു, വണ്ടി റിവേഴ്സ് എടുത്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമുക്കത് റിലേറ്റായി നിങ്ങളാ സാധനം. ഗംഭീരമായിട്ട് 3 പേരും കേട്ടോ സൈലൻ്റ് രീതിയിൽ ഇരുന്നിട്ട് മനോജിൻ്റെ ഭാഗം കൃത്യമായിട്ട് ചെയ്തു. അതേപോലെ നിങ്ങൾ രണ്ടുപേരും നല്ല കണ്ടൻറ്റും നല്ല രസമായിരുന്നു. നല്ല ചിരിക്കാനുള്ള ഇഷ്ടംപോലെ കൗണ്ടറുകൾ നിങ്ങൾ നിറച്ചിട്ടുണ്ട്. ഇതേപോലുള്ള ഗംഭീര സ്കിറ്റുമായിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരിക. ആൾ ദ ബെസ്റ്റ്. ചേട്ടാ, മനോജേ, അജേഷേ, സുമി, ഉഗ്ര സ്കിറ്റായിരുന്നു. എനിക്ക് നിങ്ങളുടെ സ്കിറ്റുകൾ വരുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് സത്യനന്ദിക്കാട് സിനിമ പോലെയാണ്. മലയാള സിനിമയുടെ ട്രെൻഡുകൾ ഏതൊക്കെ മാറിയെന്ന് പറഞ്ഞാലും, ന്യൂജൻ സിനിമ വന്നാലും, എത്രയൊക്കെ സിനിമകൾ വേറെ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും, സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിനൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അതേപോലെ തന്നെ ഇന്നും ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഉഗ്രൻ സ്കിറ്റായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു 3 പേരും. സുമിയും അജേഷും കൂടെ കടന്നിട്ട് നിങ്ങളുടെ ഏരിയ നിങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ
പുള്ളിയുടെ കോസ്റ്റ്യൂമിലും ആ ഒരു വിഗ് വെച്ചിട്ടുള്ള ആ ഒരു ഗെറ്റപ്പിലും മീസയിലും എല്ലാം അതുണ്ട്. മനോജിന്റെ ആ ക്യാരക്ടർ ഫുൾ ടൈം അതിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടേതായ ഒരു പെർഫോമൻസും കാര്യങ്ങളും 3 പേരും രസമായിരുന്നു. നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. മീശയൊക്കെ പൊളിയായിരുന്നു കേട്ടോ. മീശ എറിഞ്ഞൊട്ടിച്ചവന് ആരോ എറിഞ്ഞിട്ടോട്ട്. അങ്ങനെ നോക്കുമ്പോ അത് കറക്റ്റാ. അതെ അതെ അതെ. അപ്പം അടിപൊളിയായിരുന്നു. ഇതിലും ഗംഭീര പൊട്ടിച്ചിലുകളുമായിട്ട് അടുത്ത സ്റ്റേജിൽ വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കയ്യോടെ എമൗണ്ടിങ് വാങ്ങിച്ചേക്കാം അല്ലേ ഉച്ചക്കൂടെ ചേട്ടാ? എത്രയും? ഞാനൊരു 15,000 രൂപ കൊടുക്കും. 15,000 രൂപ. ഷാജു ചേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 15,000 രൂപ. ടോട്ടൽ 30,000 രൂപ ആയിട്ടുണ്ട്. സിർക്ക സ്വന്തമായിട്ടൊരു കാർ അങ്ങ് വാങ്ങിയില്ലേ. പുതിയത് നടുവൊന്ന് ശരിയാക്കണം. ആദ്യം നടുവ് തിരുമണമല്ലോ. അപ്പൊ എല്ലാത്തിനും കൂടിയുള്ളത് കൂട്ടി ടോട്ടൽ എമൗണ്ട് 60,000 രൂപ. അടിപൊളി അടിപൊളി അടിപൊളി. ഉഷാറായിട്ട് പോട്ടെ. അടുത്തതിനും അടിപൊളി സാധനമായിട്ട് വാ. എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ശരി, വോയിസ് വേണ്ട. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ, ടീം കോട്ടയം. കോട്ടയം വിഷ്ണു ഉണ്ട്, അമലുണ്ട്, ബാസ്റ്റിൻ. ഇത് കുണ്ടല രാജ്യം. ചെറിയ ഒരു ഊച്ചിപ്പിണക്കത്തിന്റെ പേരിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം സ്ക്രീനിൽ രാജൻ കേറി വിട്ടു. രാജൻ ഏതെങ്കിലും 30 മീറ്റർ അപ്പുറത്തേക്ക് രാജൻ തൃശൂർ വ്യൂഹത്തിലുള്ള സമയമായി. പെരുമ്പറ മുഴങ്ങട്ടെ. രാജൻ എടാ രാജഗുരു, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ, ഇത് യുദ്ധഭൂമിയാണോ അതോ ഉത്സവപ്പറമ്പാണോ? ഞാനൊന്നും ചെയ്തല്ല. LKG പഠിക്കണ നിങ്ങളുടെ ചെറുക്കൻ പെരുമ്പറ എടുത്തോണ്ട് പോയതോ? രാജൻ അത് ഇതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഉള്ളത് വെച്ച് കീച്ചിക്കോ. അടിച്ചിട് രാജൻ, അവനെ അടിച്ചിട്. അവിടുന്ന് 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 എന്റെ പടനായകനല്ലേ ആ പോയത്? എന്റെ ദൈവമേ. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കാൻ പറഞ്ഞോ. ഇന്നത്തെ യുദ്ധത്തിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. ബാലൻസ് യുദ്ധം നാളെ രാവിലെ ഒരു 6-6:30 തുടങ്ങും. കറങ്ങി അടിച്ചടക്കാതെ ഇങ്ങി വന്നേക്കണേടാ. 6:30 വരെ തല സൈഫാ. ആണ്, ചുമ്മാ ആവശ്യമില്ല. നാളെ കാണാൻ ഒരു വിഷയമില്ല. എല്ലാം ഓങ്ങേ, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും പടനായക, ഇതന്നെ നിന്റെ മൂക്കിന്ന് ചോര വരുന്നേ? ഞാനവിടെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. രാജാവ് കണ്ടല്ലേ ഞാൻ തെരച്ചു വീണത്. അവന്മാരെന്നെ അച്ചറം വെച്ച് അവിടെ ഇടിച്ചു കൂട്ടിയത്. അയ്യോ പോട്ടടാ, സോറി സോറി സോറി. രാജാവേ, ഒരുമാതിരി പോക്കർജനം കാണിക്കരുത്. ഞാൻ എന്നാ പോക്കിത്തരാണ്? നിങ്ങൾക്കെല്ലാവർക്കും നട്ടലുള്ള വാളും എനിക്ക് ഈ നട്ടലില്ലാത്ത വാളും. എടാ ബുദ്ധിരഹിത, എടാ ഇത് ഉറുമിയാടാ. ഉറുമിയായിരുന്നു. അയ്യോ രാജാവേ, നമ്മുടെ രാജമാതാവിനെ കാണാനില്ല. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്, എവിടെ നമ്മുടെ രാജമാതാവ്? ആണ്ടെ, അപ്പൊ അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ ബാഹുബലി സിനിമയിലെ ഈ 2 കല്ലിന്റെ അറ്റത്ത് തുണി കെട്ടിട്ട് ആകാശത്തേക്ക് വിടുന്ന ഒരു സീനില്ലേ? അത് നമ്മുടെ ഭടന്മാരൊന്ന് ട്രൈ ചെയ്തു. വെരി ഗുഡ്. തുണിക്ക് പകരം കെട്ടിയത് രാജമാതയുടെ സാരത്വം. എന്നിട്ട് പ്രഭു ഒന്ന് കാണായിരുന്നു. 2 കല്ലിന് നടക്കും ആംഗ്രിമേട് പോണ പോലെയല്ലേ രാജമാത പോയത്? അപ്പൊ അത് രാജമാതയായിരുന്നല്ലേ? പിന്നെ എന്നാന്നോർത്ത് ഞാൻ വിചാരിച്ചത് കൊട്ടത്തേങ്ങ. ഞാനും വെച്ച് കൊടുത്തൊരു തൊഴി. എന്റെ ദൈവമേ, നീയൊക്കെ കൂടെ എന്റെ രാജമാതയെ കൊന്നോടാ. നിനക്കറിയാവോ? ഇല്ല. രാജമാത എന്റെ ശ്വാസമാടാ, ശ്വാസം. ഈ ചെറിയ തുളയെ കൂടെ രാജമാത വരും. രാജാവേ, നിന്ന് ഞഞ്ഞാ മുഞ്ഞാ പറയാതെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കണം. നമ്മുടെ രാജ്യത്ത് സുഷമ്മ 5 മാസം ഗർഭിണിയാണ്. ഗായത്രി 8 മാസം ഗർഭിണിയാണ്. സിന്ധു 9 മാസത്തോളം ഗർഭിണിയാണ്. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാ, നീ രാജഗുരുവാണോ അതോ ഗൈനക്കോളജിസ്റ്റ് ആണോ? നാട്ടിലുള്ള സകല പെണ്ണുങ്ങളുടെ ഗർഭം നിനക്കറിയാലോ. അതല്ലെന്ന് എന്തേലും പറഞ്ഞു. അത് കണ്ടോ, യുദ്ധം കഴിഞ്ഞിട്ട് നമ്മുടെ മന്ത്രിമുഖ ഗ്രൗണ്ടിൽ കൂടെ ചിരിച്ചോണ്ട് കിടക്കുന്നത്. ആണ്ടത് ചിരിച്ചോണ്ട് നടക്കണല്ല, അവന്മാരെ പിടിച്ച് പുള്ളിയുടെ വാവലിച്ച് കീറി വിട്ടേക്കണതാ. എങ്ങനെ വലിച്ചു കീറാതിരിക്കും? നമ്മുടെ അവസ്ഥ നാളെ ഇതല്ലേ. ഈ കൂവക്കണിങ്ങനെ കൊണ്ടൊന്നും യുദ്ധം ചെയ്യിപ്പിക്കാൻ പറ്റിയല്ലെന്ന് ഞാൻ രാജനോട് എത്ര തവണ പറഞ്ഞതാ. ഈ 20 രൂപയുടെ കരിമ്പിൻ ജോസ് വിറ്റവനൊക്കെ പിടിച്ച് പടനായകനാക്കി. 10 രൂപ ബോംബെ കൂടെ വിറ്റ് കിടന്ന് നിനക്ക് രാജഗുരു ആവുമെങ്കിൽ എനിക്ക് പടനായകനും ആകാം. അതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാനിപ്പൂരി വിറ്റ് കിടന്ന് ഈ പുള്ളി രാജാവായില്ലേ? നമുക്ക് എല്ലാം ആകാം. കാസറ്റ് പള്ളി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ?
എടാ കഴിഞ്ഞ ദിവസം ഞാൻ ആ കാട്ടിലെ കക്കൂസി പോയപ്പോ നീ എന്തിനാണ് പുറത്തുനിന്ന് പൂട്ടിയിട്ടത്? ആണ്ടത് പ്രഭുവായിരുന്നു. പിന്നെ നീ എന്നെ വിചാരിച്ചു? ഒരൾച്ച കേട്ടപ്പോ ഞാൻ ഓർത്ത് ഏതോ കടുവ വന്നതിനകത്തിരിക്കുന്നു. അതല്ല ഞാൻ പൂട്ടിയിട്ടത്. നിനക്ക് പൂട്ടിയിട്ടിട്ട് അങ്ങ് പോയാ മതി. ഞാൻ അതിന്റെ അകത്ത് കിടന്ന് അനുഭവിച്ചത്. അവിടുന്ന് തലയും കുത്തി ഞാൻ താഴെ പോയി. നീ ഇത് കണ്ടോ? ഹായ് മീമുള്ളു രാജാവേ, അല്ലെങ്കിൽ ഈ രാജഗുരു വന്നുടായിപ്പാണ്. ഈ യുദ്ധം തുടങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ ഇങ്ങനെ ആബ്സെന്റ് ആയിരുന്നു. അതിനാണ് നീ ആബ്സെന്റ് ആയത്? ഞാനത് എവിടെ പോയല്ല. എനിക്ക് ഒരാഴ്ചയോളം കുരങ്ങു പനിയായിരുന്നു രാജൻ. എന്റെ ദൈവമേ, പലതരത്തിലുള്ള പനി ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം മുഖച്ഛായ വെച്ചിട്ടുള്ള പനിയൊക്കെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് രാജൻ യവനെ പറഞ്ഞു വിടുവാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ എല്ലാ ചെലവും ഞാൻ എടുത്തോളാം. ആര് വഹിക്കും? ഞാൻ വഹിക്കും. എന്റെ ദൈവമേ, ഒരു പാൽ ചായ കുടിക്കാൻ കാശില്ലാഞ്ഞിട്ട് കട്ടൻ ചായക്കകത്ത് കുട്ടിക്കൂറ പൗഡർ കലക്കി അത് കലക്കി കുടിക്കുന്നവനാ പറയുന്ന യുദ്ധത്തിന്റെ ചെലവ് മുഴുവൻ അവൻ പൈസോളാം. ഒന്ന് പോരാടുന്നു. എന്നാ പോയി കുറച്ച് കഞ്ഞി വെക്കാം. അതായിരിക്കും നല്ലത്. അത് പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. ഇവിടെ നമ്മൾ അന്യദേശത്തിലെ സന്ദേശം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരു സുഭാഷ് പ്രാവിനെ വളർത്തിയിരുന്നു. ആ സുഭാഷ് പ്രാവിനെ കാണുന്നില്ല. ഈ വാലിന്റെ അറ്റത്തൊരു ചുമല ബ്രൗൺ ഉള്ള ഒരു പ്രാവാണ്. അതെ അത് തന്നെ. ഈ തലയിൽ ഇങ്ങനെ കൊമ്മള പോലെ അവന്റെ പൂക്കളൊക്കെ വിരിഞ്ഞു വരുന്ന പ്രാവ്. അത് തന്നെ. ഈ ആരോടിച്ചാലും ഓടിപ്പോത്തൊരു പ്രാവ്. അത് തന്നെ. രാജാവ് എന്നോട് ക്ഷമിക്കണം. എന്തിനാ? ഞാൻ അവനെ ചുട്ടു തിന്നു. അതിനെ ചുട്ടു തിന്നാടാ നീ? അയ്യോ മഹാഭാവി, അതിന്റെ വാലിന്റെ അറ്റത്ത് ഒരു വെള്ള പേപ്പറിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നല്ലോ. അയ്യോ, അത് സന്ദേശമായിരുന്നാ? ഞാൻ വിചാരിച്ച് തിന്നു കണ്ട് കീറി കൊടുക്കുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കും. പറഞ്ഞ കേട്ടോ, എന്റെ സുഭാഷ് പ്രാവിനെ അവൻ ചുട്ടു തിന്ന്. പോയി ചോദിക്കും പ്രഭു, ചോദിക്കു ഗുരു. ചോദിക്കാൻ പറ്റത്തില്ല. ലെഗ് പീസ് അവൻ എനിക്ക് തന്നായിരുന്നു. എഴുന്നേറ്റടാ. എടാ വെളുത്തുള്ളി, നീയോ അവന്റെ കൂടെ കൂട്ടി നല്ലടാ. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇത്ര ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഈ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടറോ. നിന്നെ ഈ രാജ്യത്തുനിന്നല്ല, ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഞാൻ ഗെട്ടൗട്ട് അടിക്കും. ഈ യുദ്ധം ഒന്ന് കഴിയട്ടെ. ഞാൻ എന്റെ രാജിക്കത്ത് അങ്ങ് തന്നേക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല. അത് മേടിക്കാൻ താനുണ്ടാവൂ. ഈ യുദ്ധം കഴിയുമ്പോ അവര് തന്നെ കൊന്നുകളയോ. ഈ ധനുഷ്കോടിനെ എവിടെയെങ്കിലും കൊണ്ട് കളടാ. ധനുഷ്കോടി അതിന്റെ പേര് പറഞ്ഞു കേട്ടടാ. ധനുഷ്കോടി നാടുണ്ടോടാ നിനക്ക്? നീ ചിരിക്കണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ നീ എന്നെ കെട്ടാൻ പോവാണല്ലോ. ആഹാ രാജാവേ, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പുറത്തെ രാജ്യത്തെ പടനായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഉറുമിയിലെ പൃഥ്വിരാജ് പോലെ ഇരിക്കും. അപ്പൊ നമ്മുടെ പടനായനോ? ഈ പൃഥ്വിരാജിനെ ഷട്ടറെ വരച്ച പോലെ അവനാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ രാജാവിൽ ഏറ്റവും വലിയ ഫ്രണ്ട് ആയിട്ടുള്ള വഴക്കുണ്ടാക്കല്ലേ. രാജഗുരു, നീ പോയി കഞ്ഞി ഉണ്ടാക്കിയേ. നീ ചുമ്മാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ഒന്ന് പോയി റെസ്റ്റ് ചെയ്യട്ടെ. അയ്യോ, രാവിലെ തൊട്ട് ഉള്ളുന്ന ഗുരു. സംഭവം ഇത് പുകക്കുഴലല്ല, അല്ല, ഇത് ഓടക്കുഴല. ഇനി ഇതിന്റെ എല്ലാ ഓട്ടയിലും MC-യിൽ വെച്ചടിച്ചാലേ ഉള്ളൂ ഇത് ഊതി കത്തിക്കാൻ പറ്റത്തുള്ളൂ. സാരമില്ല, ഞാൻ ഊതിക്കോളാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുകയില്ലാതെ കഞ്ഞി വെക്കാൻ പറ്റും? പറ്റൂലോ. എങ്ങനെ? കഞ്ഞി വെക്കാതിരുന്നാ പോരെ. അല്ല, അപ്പൊ വിശക്കത്തില്ല. അപ്പൊ നീ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഈ യുദ്ധം എങ്ങനെ തുടങ്ങി? എടാ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ മണ്ടൻ രാജാവും അപ്പുറത്തെ രാജാവും തമ്മിൽ ചെസ് മത്സരമായിരുന്നു. ഞാൻ നോക്കുമ്പോ നമ്മുടെ രാജാവ് തോറ്റോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങേർക്ക് പാടിക്കൊടുത്തു. അപ്പൊ ആളെയുന്തി നമ്മുടെ രാജാവ് ജയിച്ചു. ആ പാട്ടും കേട്ട് അവിടെ കിടന്ന് ഉറങ്ങിയെന്ന്. അതിന്റെ ഈഗോയിലാണ് ഇക്കണ്ട യുദ്ധം മൊത്തം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടി എന്നെ കാണിക്കുക. കുറച്ചുകൂടെ കത്തിച്ച കഞ്ഞി വേവും. എന്റെ പൊന്നു ഗുരു, തീപ്പെട്ടി എന്നുള്ള സാധനമൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. നമ്മൾ പഴയ കാലത്തേക്ക് കിടക്കണം. സോ നമ്മൾ എങ്ങനെ ചെയ്യണം വെച്ചാൽ, പ്രാചീന കാലത്ത് മനുഷ്യർ എങ്ങനെയാണ് കഞ്ഞി വെച്ചോണ്ടിരുന്നത്? ഈ കല്ലുകൾ തമ്മിൽ കൂട്ടിവരയ്ക്കുന്നു, തീ ഉണ്ടാകുന്നു, കഞ്ഞി വെക്കുന്നു. ഫോർ എക്സാമ്പിൾ കണ്ടുപോയിക്കണം. തീപ്പരി വന്നു. വളരെ സിമ്പിൾ ആണ്. ഞാൻ 2 തവണ കാണിച്ചു തരാം. വന്നില്ലല്ലോ. വന്നില്ല. കത്തിക്കടാ. കത്തിക്കാം. കത്തിക്കടാ. എന്നാ വേറെ കല്ല് തപ്പ് വേണോ? അല്ല, തീപ്പെട്ടി എവിടെ പോയി? പ്രഭു കാലായി. പിന്നെ കൈ നീ റെന്റിന് എടുക്കൂ. അവൻ എങ്ങനെയും ഇച്ചിരി കഞ്ഞി കൊടുക്കാന്ന് ഓർത്ത് ഇത്രയിൽ വർത്താനം പറയും. കഞ്ഞി കൊടുക്കാനാണോ? കഞ്ഞി വേണം. കുറച്ച് കഞ്ഞി തന്നെ. പ്ലേറ്റ് ഒക്കെ എടുത്തു. അപ്പുറത്തെ അമ്മമാർക്ക് ഗ്രില്ല് ചിക്കൻ. അപ്പറേ എന്തായാലും പറഞ്ഞ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പോവാം. അതെ, എനിക്കാണെങ്കിൽ മുടി കൊണ്ടൊന്നും കാണാനും പറ്റില്ല. ഇത് കഴിക്കാനൊന്നും ഇല്ലേ നിന്റെ കൂടെ? വേറെ ഇതെന്നാ കടന്ന് ചകയുന്നത്? അല്ല, ഞാൻ പച്ചക്കഞ്ഞി കുടിക്കണ്ടെന്ന് ഓർത്തേ 3 പപ്പടം ചുടാനിട്ടായിരുന്നു. ഒരു പപ്പടം ആ പുല്ലാണെ കത്തിയും പോയി. അപ്പൊ പപ്പടം തിന്നാ യോഗമില്ല. എടാ, ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. എടാ, നീ എന്നെ പറഞ്ഞു ഇത് കഞ്ഞിയാന്നല്ലേ? എന്നിട്ട് ഇത് ചോറാന്നല്ലോ.
ഓട്ടയുള്ള പാത്രം കൊണ്ട് വന്നിട്ട് എന്നെ തന്നേക്ക് വിളിക്കണം. പോടാ അവിടുന്ന്. പ്രഭു നാളെ യുദ്ധത്തിന്റെ പ്ലാൻ എന്താണ്? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. നാളെ രാവിലെ നമ്മൾ എഴുന്നേക്കണം. എഴുന്നേറ്റിട്ട് ഗുരു ശരിക്കും പുള്ളി പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. അതാണ് പ്ലാൻ. തലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കഞ്ഞി കുടിച്ച് കഴിഞ്ഞെങ്കിൽ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ ഞാൻ തന്നെ കൊണ്ട് കഴുകി വെച്ചോളാം. എല്ലാരും കിടന്നുറങ്ങാൻ നോക്കി. എട്ടരയ്ക്ക് നമുക്ക് പുള്ളി എന്താ കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവൻ ഒറ്റയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള പരിപാടിയാ. ഞാൻ സമ്മതിക്കുവോ? ഞാനും സമ്മതിക്കത്തില്ല. അത്രേ ഉള്ളു. രാജൻ, ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല കേട്ടോ. പോയി കിടന്ന് ഉറങ്ങടാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു കാര്യമില്ല. ഈ പോയി കിടന്ന് ഉറങ്ങടാ. ഉണ്ടായി ഒറ്റ വെക്കുന്നോടാ പുല്ലേ. ഞാനാണോ ഒച്ച വെച്ചത്? പിന്നെ ആരായിരിക്കും? ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നാളെ നമ്മൾ എല്ലാരും കൂടി എമ്പുരാൻ സിനിമ കാണാൻ പോകുന്നുണ്ട്. നിർത്തിവെച്ചേക്കുന്ന യുദ്ധം ഈ നിമിഷം വീണ്ടും ആരംഭിക്കുന്നതാണ്. എന്നാ പരിപാടിയായി കാണിക്കുന്നത്? പെട്ടെന്ന് വന്ന് യുദ്ധം നടക്കാൻ പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. ഇവിടെ മനുഷ്യന്മാർക്ക് കിടന്നുറങ്ങണ്ടേ? അതെ, ഗുരുവിനൊന്നും പറയാനില്ലേ? എനിക്ക് കുറച്ചും കൂടി കഞ്ഞി വെക്കാനുണ്ട്. ഇനിയിപ്പോ ഞാൻ ഒരു ഐഡിയ ഉണ്ട്. നമ്മെ കൊണ്ട് ഒറ്റയ്ക്ക് യുദ്ധം ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരിച്ചറിവ് വന്നു. അതുകൊണ്ട് നാം എന്റെ യുവരാജ് സിംഗിനെ സോറി ഈ യുവരാജ് സിംഗ് ഈ യുവരാജപ്പട്ടം മറ്റൊരാൾക്ക് കൈമാറുന്നു. ശ്വാസമായി നെഞ്ചിലോ മുറിവുമായി വരണ്ടു പോയ മിഴികൾ കാക്കവേ ഒന്നിനെ കാട്ടിടുവാൻ സാക്ഷി ചൊല്ലുമീ വിലങ്ങുകൾ ദേശമേ നമ്മുടെ ഉടവാൾ സ്വീകരിച്ചാലും രാജൻ അച്ഛന്റെ അനിയന്റെ കൊച്ചച്ച. അച്ഛന്റെ അനിയന്റെ കൊച്ചച്ച. എടാ, അച്ഛനെയോ അമ്മേനെയോ പെങ്ങളെയോ അങ്ങനെ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നീ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരുമോ? അതെന്താ ഗുരു അങ്ങനെ ടോക്ക്? എടാ കാല, അപ്പുറത്തെ രാജാവിന്റെ പ്ലാൻ എന്താണെന്നറിയാമോ? ഇപ്പുറത്തെ രാജാവിന്റെ തല ഇറക്കാൻ. ഞാൻ നിന്റെ തല നാളെ പോകൂടാ. ഈ സമയത്ത് ചോദിക്കുന്നത് തെറ്റാണോന്ന് അറിയില്ല, എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? അത് എന്നോട് ചോദിക്കരുത്. പിന്നെ സംഭവം വലിഞ്ഞു പോയെങ്കിലും എന്തായാലും അവരോട് ചോദിക്കും. അവരോടല്ലേ? ഞങ്ങളെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എങ്ങനെയാന്ന് പറ. ബാസ്റ്റിൻ, വിഷ്ണു, അമൽ, നന്നായിരുന്നു. നിങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു ഏരിയ, അതായത് നമ്മൾ ബാഹുബലി സിനിമയുടെ ആ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ നിങ്ങൾ പിന്നെ തമാശകളെല്ലാം അത്യാവശ്യം തമാശകളുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കൂടെ അങ്ങോട്ട് കൂട്ടിയിടിച്ചിട്ട് മൊത്തത്തിലൊരു ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിപ്പോൾ. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആ രീതിയിലോട്ട് വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്ത് തോന്നുന്നു? നിങ്ങൾ ഉദ്ദേശിച്ച ആ രീതിയിലോട്ട് വന്നു. എനിക്കൊന്ന് മേക്കപ്പിൻ്റെ ഒക്കെ കാര്യം, ഇത് ആ മുടിയെല്ലാം കൂടെ വന്നിട്ട് ഒരു ഡിസ്റ്റർബൻസ് അമലിനുണ്ടായി അല്ലേ? അങ്ങനെ മൊത്തത്തിലൊരു എന്തൊക്കെയോ നിങ്ങൾ പ്ലാൻ ചെയ്ത് ആ ഒരു ഏരിയയിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എവിടേക്കോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്സ് പോലെ തോന്നി. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തു. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പിടിച്ച് കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ തമാശകളും വളരെ കുറവായിരുന്നു. നിങ്ങളുടെ കഴിഞ്ഞ അടുപ്പിച്ചൊരു 3-4 സിൽവർ പഞ്ചും ഗോൾഡൊക്കെ അടിച്ച ആൾക്കാരില്ലേ. പക്ഷേ ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ വന്നില്ല. അത് കുഴപ്പമില്ല, ഇപ്പം എല്ലാ തവണയും ഒരുപോലെ ആവില്ല കേട്ടോ. അപ്പം ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വേണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. പ്രജോ ചേട്ടാ.
നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ കളിച്ച് തുടങ്ങിയത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെ കുറേ ലാഗ് വരുന്നു. പിന്നെ അവിടുന്ന് കുറേ സാധനം എടുത്ത് അമലിൻ്റെ ആണെങ്കിൽ ഈ ഹെയർ ഒക്കെ വന്നിട്ട് അത് നമ്മൾ നോക്കണം. വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് അത് കെട്ടണം. പിന്നെ തന്നെയാണ് നിങ്ങൾ കളിച്ചതിൽ ഇപ്പം നിങ്ങൾ ഒരിടത്ത് നിൽക്കുകയല്ലായിരുന്നു, നിങ്ങൾ അതിന് ശേഷം കിടന്ന് കളിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഹ്യൂമർ ഏരിയ ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ട് പോയി. അപ്പോൾ അടുത്തതിൽ ശ്രദ്ധിക്കണം. അടുത്തതിൽ നന്നായിട്ട് നിങ്ങൾ അടുത്തൊരു ഗംഭീര സ്കിറ്റുമായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ് എന്ന് പറയാം. ഇതെല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. ആർട്ട് കൊണ്ടും കോസ്റ്റ്യൂം കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് കൊണ്ടും നമുക്കൊരു യുദ്ധഭൂമി തന്നെ ഫീൽ ചെയ്യിപ്പിച്ചു നിങ്ങൾ. അത്ര മനോഹരമായിരുന്നു മൊത്തത്തിൽ വിഷ്വൽ കാണുമ്പോൾ. പക്ഷേ ഒരു എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ MG സോമൻ സാർ ഒരു പടത്തിൽ പറഞ്ഞ പോലെ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറയുന്നില്ലേ, എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ ഒന്ന് ആഞ്ഞ് പിടിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് കോമഡിയൊക്കെ ഒന്ന് വർക്കൗട്ടാക്കി എടുത്തിരുന്നെങ്കിൽ ഗംഭീര സ്കിറ്റായതിനിത്. കാര്യം അത്ര രസമായിരുന്നു അത് മൊത്തത്തിൽ കാണാനായിട്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന പോലെ അതിന് വേണ്ടിയിട്ട് അത്ര അങ്ങോട്ട് പ്രയത്നിച്ചില്ല എന്ന് വേണം പറയാൻ. കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം അത്ര ഹൈപ്പിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റാണ് നിങ്ങൾ. നല്ല നല്ല സാധനങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം നല്ല വൃത്തിയായിട്ടൊരു സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് നേരത്തെ വാങ്ങിച്ച തുകയുടെ മേളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ഷാജൻ ചേട്ടാ, ഇതിന്റെ മാർക്സ്? ഞാൻ ഇവർക്കൊരു 8000 രൂപ കൊടുക്കും. 8000 രൂപ. നസീർക്ക? ഞാനൊരു 6000 രൂപ. 14000 രൂപയായിട്ടുണ്ട്. പ്രചോദേട്ടാ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് കൊടുത്തേ 35,000 രൂപ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് പിടിക്കുന്നു തിരിച്ച്. ഓക്കെ, അത് വരൂ. ഹലോ, എടി രമേ, എടി മോളെ, എനിക്കൊരു 5000 രൂപ ഇട്ട് തരുമോടി? നീ എന്തൊരു അങ്ങനത്തെ വർത്തമാനം പറയുന്നേ? ഇന്ന് വരെ നീ തന്ന ഏതെങ്കിലും ഒരു പൈസ കൃത്യസമിതി ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടോ? പിന്നെന്താ എനിക്കൊരു 5000 ചോദിക്കുമ്പോൾ അങ്ങനത്തെ വർത്തമാനം പറയുന്നത്? എല്ലാം കൂടെ 10-25,000 രൂപ നിനക്ക് ഞാൻ തരാനുണ്ട്. ശരിയാ, കിട്ടുമ്പോ ഞാനങ്ങ് തരത്തില്ലേ? എന്താടി അങ്ങനത്തെ വർത്തമാനം പറയുന്നേ? ഓ, നീ വലിയ പണക്കാരി. എന്തായാലും 5000 രൂപ ഇടുമോളോ, ഞാനങ്ങ് തരാടി. എല്ലാം ഒന്നിച്ചങ്ങ് തരാടി. ചേട്ടൻ പണിക്ക് പോകുന്ന ആളെ, അപ്പൊ ഞാൻ തന്നേക്കാം. ഇടറി. അയ്യോ, അവൾ 5000 രൂപ ഇട്ടല്ലോ. ഈ പെണ്ണ് എന്നെ അങ്ങ് കടക്കാരിയാക്കുന്നത്. എന്താന്ന് 5000 രൂപ അവളങ്ങോട്ട് ഇട്ട് കിണിങ്ങണി സൗണ്ട് കേട്ടോണ്ടാണോ എടുത്തോ എന്ന് പറയുന്നത്? അതെടുത്തോളാനല്ല, ഈ വീട്ടിലുള്ള വല്ല നുള്ളിപ്പെറുക്കി എടുക്കാണ്ടെങ്കിൽ എടുത്തോ. അല്ല, നുള്ളിപ്പെറുക്ക ഞാനെന്തോന്ന് കോഴിയോ? എടി, അതല്ലെന്ന് സുനാമി വന്ന്. അയ്യോ, സുനാമി! എടി രമണിയെ, സുനാമി വരുന്നടി. ശങ്കരണ്ണോ, സുനാമി വരുന്നത്. അല്ല, കാറ്റും കോളൊന്നും ഇല്ലാതെ ഈ സുനാമി എവിടുന്ന് വരുന്നത്? ആ സുനാമിയാണോ ഇങ്ങോട്ട് വന്നത്? പിന്നെ നമ്മുടെ ഇടുക്കിന്ന് ഉണ്ണിമാമൻ വന്നെന്ന്. അയ്യോ, അതാണെങ്കിൽ എന്റെ ദൈവമേ, സർവ്വതും നശിപ്പിക്കും. വന്നാ 1 മാസം കഴിഞ്ഞ് പോകുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ആ 4ാം ക്ലാസ്സിൽ പഠിക്കണ 3 പിള്ളേരെ വീഡിയോ ഒലിപ്പിക്കാൻ പഠിച്ച ആ പിള്ളേർ ഇപ്പൊ ജുവേനൽ ഹോമിലാണ്, അറിയാം. അതെല്ലാം പോട്ടെ, ഞാൻ വർക്കിന് പോകുന്നിടത്ത് പെണ്ണുങ്ങളെല്ലാരും കൂടെ കുളിക്കടവി കുളിച്ചോണ്ടിരുന്നപ്പോ അവരെല്ലാടെ തുണിയെടുത്ത് ആലിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതെന്റെ ലീലയാന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ പുള്ളിയുടെ ലീലാബസ് ഇവിടെ തുടരും. അതുകൊണ്ട് ഈ പിള്ളേരെ വരുത്തരുത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞ് പോകാം. ഇപ്പൊ എന്താ പെറുക്കാന്? ഒന്നും പെറുക്കണ്ട, പോയ വന്ന് വലിയ സെറ്റപ്പിലാണല്ലോ ഇത്. ഞങ്ങളൊരു വഴിക്ക് പോകാനായിട്ട് പോകുമായിരുന്നു. ഞങ്ങൾ അമ്മാവന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ നാക്കെടുത്ത് ഇട്ടതല്ലേ കേട്ടോ. എന്താ അമ്മാവൻ എവിടെയായിരുന്നു ഇത്രയും കാലം? വന്നില്ലല്ലോ കുറെ നാളായിട്ട്. നിങ്ങൾ രണ്ടും കൂടെ കൂടി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. കണക്കായിപ്പോയി. കയ്യിലിരിപ്പ് കൊണ്ടാ. അമ്മാവനൊരു കാര്യം, ഇപ്പൊ പോക്കോ, പിന്നെ ഞങ്ങള് ഒരു അത്യാവശ്യം ഒരു കല്യാണത്തിന് പോകണം. ആരുടെ കല്യാണത്തിന്? കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മായി അച്ഛന്റെ മൂത്ത മകനുണ്ടല്ലോ, അവന്റെ. അത് നീയല്ലേ? പിന്നെ അല്ലാതെ ഇവളുടെ അമ്മായിട്ടന്റെ മൂത്ത മകൻ നീയല്ലേ? പറയാൻ അറിയത്തില്ലെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. കണ്ണാന്ന് പറഞ്ഞോണ്ട്. അല്ല, എന്തായാലും എന്ത് കൊലവാ ഇത്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. അത് ഞാൻ ആലപ്പുഴ ബീച്ച് വഴിയാ വന്നേ. അപ്പൊ ഒരു സായിപ്പ് വെച്ചതാ. പിന്നെ സായിപ്പ് നിങ്ങൾക്ക് കാണുമ്പോഴെടുത്ത് കണ്ണട വെച്ച് തരാൻ പോവില്ലേ? അല്ലടാ, സായിപ്പ് കടലിൽ ഇറങ്ങിയപ്പോ കരയെ വെച്ചതാ. ഞാനിങ്ങനെ ഇതെന്ത് കോല, ഇത് ആരുടെ ഇതൊക്കെ? കൈലി മുണ്ടും ഈ ഗ്ലാസും വെച്ചോണ്ട് വരാൻ പറ്റുമോ? പുള്ളിയുടെ ഡ്രസ്സാ ഇത്. ഇച്ചിരി തോൽവിയാ, ഇത് ഓക്കെയാ. ഇതിട്ടോണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു വാച്ചും കിട്ടി. അപ്പൊ സായിപ്പ് വെള്ളത്തിൽ ഇറങ്ങി ഞെളിവരി കൊണ്ടുണ്ട് മീൻ കൊത്തുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇപ്പൊ ഇതെന്നെ അമ്മാവൻ പൊക്കോ. ഒന്നാമത്തെ കാര്യം ഇവിടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖമാ എന്റെ അമ്മാവ. ഒരു കാര്യം കേൾക്കണം എന്റെ പൊന്നമ്മാവ, ഇവിടെ അരിയും കിരിയില്ല. കിരിയോ? അല്ല, ഞാൻ എന്തേലും പറയുമ്പോ അങ്ങനെ ഞാൻ പറയാറുള്ളൂ. ഇവിടെ മുളവും ഗ്ലവും ഇല്ല, ഇവിടെ മല്ലിയും കില്ലിയില്ല, ഇവിടെ പുളിയും
ഒന്നുമില്ല. അപ്പൊ ഇവിടെ പട്ടിണി കിട്ടണിയാണ്. അത് തന്നെ അമ്മാവനും കുമാവനും പൊക്കളാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പോകുന്നില്ല. ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്റെ അമ്മാവ ഇവിടുന്ന് പൊയ്ത്ത അമ്മാവനൊന്ന് പൊക്കി ഇവിടുന്ന്, ഇല്ലെങ്കിൽ അവൻ ഇവിടുന്ന് ഇറക്കി വിടും. മനസ്സിലായോ? ഇറക്കി ഇവിടുന്ന് അമ്മാ പോയെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അമ്മാവൻ ഇവിടെ നിന്ന് ശരിയാവത്തില്ല. അമ്മാവൻ പോ, അമ്മാവൻ ഇവിടുന്ന് ഇറങ്ങി പോ, ഇടുക്കി തന്നെ പൊയ്ക്കോ പോ. നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. എന്തോന്ന്? എനിക്ക് പെണ്ണും പിടക്കോഴൊന്നും ഇല്ലാത്തോണ്ടല്ലേ നിങ്ങൾ എന്നെ ഓടിച്ചു വിടണേ. എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. അറിയാമോ? സെന്റിമെന്റ്സ് അടിക്കുന്നോട്ട് ഈ കിളവനെ നിർത്തിയ ഇങ്ങനെ സ്വഭാവം. പക്ഷെ ഞാൻ പോകുന്നല്ല. പിന്നെ അനിയനുണ്ടല്ലോ ദിവാകരൻ, അവന്റെ വീട്ടിലേക്കാ പോണേ. പറയാതെ ചെല്ലണേ, ഇല്ലെങ്കിൽ അവനോട് സ്ഥലവും വിട്ടിട്ട് പോയിക്കളയും. നിങ്ങൾ വന്നിട്ടെന്ന് അറിഞ്ഞാ ഞാൻ ദിവാകരന്റെ വീട്ടിലേക്ക് അവന് ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എന്റെ കയ്യിൽ ഇച്ചിരി ഗോൾഡ് ഉണ്ട്, ഞാൻ കൊടുത്തോളാം. ഇങ്ങോട്ട് വന്ന് എന്തോ നീ കാശ് കാണിക്കുന്നേ? അല്ല അമ്മാവനെ ദിവാകരന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പറഞ്ഞായിരുന്നു. പോയിട്ട് അവിടം വരെ എത്തിയില്ലേ? അപ്പൊ പറഞ്ഞ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. കയ്യിലെന്തോ അത് സ്നേഹമുണ്ട് എന്റെ കയ്യിൽ. അതുകൊണ്ട് എനിക്കറിയാലോ. വേറെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. പറ. ഗോൾഡ്. അമ്മാവനെ ഈ വയസ്സാം കാലത്ത് ആരും നോക്കാനായിട്ട് കുറെ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തരാൻ വേണ്ടി വന്ന എന്റെ ചക്രം. എത്ര ഗോൾഡ് ഉണ്ട്? ഒരു 50 ഗ്രാം കാണും. 50 ഗ്രാം? എന്റെ മനുഷ്യ, ഇപ്പോഴത്തെ വില വെച്ച് 50 ഗ്രാം എന്ന് പറയുമ്പോ ഒരു 6-7 പവൻ കാണും. എന്റെ ദൈവമേ, ഇത് 3-4 ലക്ഷം രൂപയുടെ വകയാ. ഇവിടല്ലേ കളവനെ എല്ലാം മാറ്റിട്ട് വിടണം. എന്താണ് ഉച്ചക്ക് കഴിക്കാൻ? എന്താണ് ഉച്ചക്ക്? താറാവ് കറി ഉണ്ട്, വേണോ? തെറിയാണോ പറഞ്ഞത്? അല്ലല്ല, താറാവ് കറി ഉണ്ട്, വേണോന്ന്. അതുകൊണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി. ഒരു മാസമെങ്കിലും നിൽക്കണം, അല്ലാതെ എല്ലാ ദിവസവും വന്നിട്ട് പോകണോ അങ്ങ് ഒറ്റടിക്ക് അങ്ങ് പോകരുത്. ഒരു മാസം കഴിഞ്ഞിട്ട് പോകണം. എനിക്കൊരു റൂം ഇങ്ങ് തന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം. റോള് വേദനിക്കും, ഇതിങ്ങോട്ട് ഊര്. ഒരു റൂം ഇങ്ങ് തന്നാൽ മതി, ഞാൻ അവിടെ കിടന്നോളാം. റൂമിൽ കിടന്നോണം, പക്ഷെ പുറത്തോട്ടൊന്നും ഇറങ്ങല്ലേ. പുറത്തിറങ്ങുന്ന പരിപാടിയില്ല, ഞാൻ അവിടെ കിടക്കും. അമ്മാവന്റെ മറ്റേ ദുശീലങ്ങളെ കുളിക്കടവിൽ പോയി ഇനി ഞാൻ കുളിക്കടവിൽ നോക്കുന്ന പരിപാടിയില്ല. ആണോ? ഞാൻ എന്റെ ഇച്ചിരി സ്വർണ്ണം ഉണ്ടായിരുന്നു വിറ്റിട്ട് ഞാനൊരു ബൈനോക്കുലർ മേടിച്ചിട്ടുണ്ട്. അതിൽ കിടന്ന് നോക്കാം. 2 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം വിശദമായിട്ട് കാണാം. നിങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാവും. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ അമ്മാവനെ നേരെ ചുവ നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊടിയോ തെറിയോ മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ അടിച്ചു നിന്നെ കാരണം പോയി. അടിയോടോ തന്നെ. അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ. അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ. ചേട്ടാ ഇങ്ങോട്ട് മാറി. അമ്മാവൻ പോവല്ലേ. അമ്മാവൻ പോവല്ലേ. അമ്മാവൻ പോയി കഴിഞ്ഞാ ഈ ചേട്ടൻ എന്നെ അടിക്കും. പോവല്ലേ അമ്മാവാ. നല്ല അഭിനയം. ശാരദ അവാർഡ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഉർവശിയല്ലേ? അത് ഇച്ചിരോടെ വരണം, എന്നാലേ കിട്ടത്തുള്ളൂ. അമ്മാവന് ഊണൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക. എന്താന്ന് വെച്ചാ ചെയ്യേ. അമ്മാവൻ ഇപ്പൊ പോവാനുള്ള ആ ഒരു തീരുമാനം. ഇല്ല, ഞാൻ പോകുന്നില്ലല്ലോ. ഈ വയസ്സാം കാലൊക്കെ അല്ല അമ്മാവന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ബാഗിന്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ല. അത് അവിടെ കൊടുത്താൽ അവർ അലമാരിൽ അരിപ്പാട്ടിലൊക്കെ കൊണ്ട് വെച്ചോളൂ. നമ്മൾ അവിടെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ബാഗ് ലോക്കറിൽ കൊണ്ട് വെക്കാം. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ ഞാൻ. വേണ്ട, ഇവിടെ നിൽക്കും. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും അങ്ങനെ പോകല്ലേ. അങ്ങനെ പോലെ എന്തെല്ലാം സാധനങ്ങൾ. ഞാൻ പറഞ്ഞത് എന്നാന്ന് എനിക്ക് പിടി കിട്ടിയില്ലേ. അമ്മാവനാണ് ഞങ്ങളുടെ പൊന്ന്. മുത്തേ നിനക്കെന്നുറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. കാൽക്കളയിൽ കൈവളയിൽ തിരുവിരനി കളിയാടി വരുന്നു. അമ്മാവനൊന്നും വരൂല കേട്ടാ, ഇവിടെ നിന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ ആ മറ്റേ സാധനങ്ങളെ എപ്പിച്ചേര്. അതിനെ ഓൾഡേ എപ്പിച്ചേര്. അവിടെ ആകുമ്പോ രക്ഷിതമായിട്ട് ഇരുന്നോളൂ. കൊല്ലും ഞാനൊന്ന്. ഗോൾഡ് എവിടാ? ഓക്കെ. ഒരു കള്ളന്മാരും എന്റെ ബാഗിൽ നിന്ന് അറിയാമോ എടുക്കത്തില്ല. അല്ല എന്നാലും അത് എന്തിനാ വെറുതെ അങ്ങ് കൊടുത്തേക്ക്. സൂക്ഷിച്ചു വെക്കണം. സൂക്ഷിച്ചു വെക്കാം. 2 വള ഒരു മാല എനിക്ക് തരണേ. എടുത്തോ. പണയം വെച്ചാൽ നിങ്ങൾ എടുക്കത്തില്ല, നമുക്ക് വിറ്റേക്കാം. എന്നിട്ട് പൈസ എല്ലാവരും കടം തീർക്കണം. അവിടെ കൊടുത്ത് നിന്റെ ഞാൻ തരത്തില്ല. മുന്തിരിങ്ങ ആപ്പിളും ഒക്കെ ഞാൻ കൊടുത്തല്ലോ, എനിക്ക് തരത്തില്ലെന്ന്. അത് എന്റെ അമ്മാവനല്ലേ, എനിക്കല്ലേ തരുള്ളൂ, എനിക്കല്ലേ അവകാശം, എനിക്ക് അറിയാലോ. നിന്റെ കയ്യിലേക്ക് തരാം. ആയിക്കോട്ടെ കേട്ടോ. പണയം വെക്കുവോ വിൽക്കുവോ എന്താണെന്ന് വെച്ച് ചെയ്യും. ഇത് സൂക്ഷിച്ചോണ്ട് വയ്ക്കുന്ന കടം തീരട്ടെ അതിന്റെ. എന്താ ഇത്? ഇതെന്താന്നിത്?
ഇടുക്കി ഗോൾഡ് ഇടുക്കി ഗോൾഡ് എന്നോ ഇടുക്കി ഗോൾഡോ നല്ല ഒന്നാം തരം നീലച്ചടയൻ കഞ്ചാവെന്നോ തന്റെ ഗോൾഡ് താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇതുകൊണ്ട് ഈ സാധനമാണോ നിങ്ങൾക്ക് തരാമെന്ന്? ഞങ്ങൾ പട്ടിണിയും പിള്ളേരെ എല്ലാം വഴി തെറ്റിക്കുന്ന ഈ ഒരു സാധനോ ഇനി മേലെ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതോടത്തോട് നിങ്ങൾ പോ ഇവിടെ സ്ഥലം വിട്. എടാ എനിക്ക് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റില്ലെന്ന്. കട്ടപ്പനയ്ക്ക് എന്നെ പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിക്കുക? പിന്നെ കേരള പോലീസ് എന്റെ തലയ്ക്ക് 10 ലക്ഷം രൂപ വില ഇട്ടേക്കുവാ. ഞാൻ അങ്ങനെ പോകും നീ പറ. അപ്പം ഇങ്ങനെ ഈ സാധനം മേടിച്ചിട്ടുള്ള പൈസ നമുക്ക് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കടം വീട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതെങ്ങനെ? എടി, സർക്കാർ 10 ലക്ഷം രൂപ പറഞ്ഞിരിക്കാണോ? ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ പോരെ 10 ലക്ഷം നമുക്ക് കിട്ടൂലേ? പിടിക്കേട്ടാ എന്നെ കാണിച്ചു കൊടുക്കല്ലേ. അങ്ങനെ ഗായ്സ് നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ചിരിച്ചു. എല്ലാരും ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി. നമ്മൾക്കിനി നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത ദിവസം ഇതിൽ ഉഷാറായിട്ട് ചിരിക്കാൻ വരാം. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഗുഡ് നൈറ്റ്.